Abdullah K. Mac, Mr. Faisal. ഇവിടെ ഈ സോഷ്യൽ മീഡിയകളിലും ഈ മറ്റും പരസ്യങ്ങൾ ധാരാളം ആയി കാണുന്നുണ്ട്. പിന്നെ AI ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്തു തരാം എന്നുള്ള കുറേ സ്കാം പരസ്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഇത് ശരിക്കും ഈ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതൊരു സ്കാമാണോ? ഇത് കുറേ ആൾക്കാർ അതിൽ പോയിട്ട് വീഴുന്നുണ്ട്. പിന്നെയാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇതൊരു സ്കാം ആയിരുന്നു എന്ന്. അപ്പം ഇത് ശരിക്കും ഇതിങ്ങനെ ഈ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് സ്കാമാണോ? താങ്കളുടെ ഒരു വലിയ ഒരു നോളജും ഇതിലുള്ള ഈ ഫീൽഡിലുള്ള ഒരു ഡെവലപ്പർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഒരു ഡിസ്ക്രിപ്ഷൻ എനിക്ക് ആവശ്യമുണ്ട്. അബ്ദുള്ള കെ മാക്, ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ AI ഉപയോഗിച്ചിട്ട് ബിസിനസ്സിൽ സ്കാം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ അബ്ദുള്ള കെ മാക് ഏകദേശം നിങ്ങൾ മാക്കിന്റെ സർവീസാണ് ചെയ്യുന്നത് അല്ലെ? ഒരു 3ഓളം സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ GCCയിൽ ദുബായ് ബേസ്ഡ് നിങ്ങൾ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊരു ടെക്കിയാണ്. ഓക്കെ, അപ്പം AI ഉപയോഗിച്ചിട്ട് എങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക? ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്, എങ്ങനെ ഡെവലപ്പ് ചെയ്യുക? ഇപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നു, സോഫ്റ്റ്വെയർ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, ബട്ട് എങ്ങനെ നമുക്ക് സ്കാം ചെയ്യാൻ പറ്റുക? ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ AI ഉപയോഗിച്ചിട്ട് എങ്ങനെ തട്ടിപ്പ് നടത്താനുള്ളത്, ഇപ്പം നമ്മളൊരു ഇമേജ് ആയാലും ഒരു വീഡിയോ ആയാലും ഒരു വോയിസ് കോൾ ആയാലും ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാം. എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ വോയിസ് കോളുകൾ ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ ChatGPT, BombGPT അത് സ്കാമുകൾക്ക് ധാരാളം ഉപയോഗപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ്. ചെയ്യാൻ പറ്റും വളരെ ഈസി. പക്ഷേ ഇത് നമ്മൾ സൂക്ഷ്മതയോടെ ശരിക്കും അത് അന്വേഷിക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായി അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് സ്കാമാണ്, ഇത് വ്യാജമാണ്, ഇതിൽ പോയി പെടരുതെന്ന് നമ്മളെപ്പോലത്തെ ടെക് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ സാധാരണക്കാർക്ക് ഇതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? എന്താണ് അവർ താങ്കളുടെ അഭിപ്രായം? അവർ എങ്ങനെ ഇത് അവയർനെസ് കൊടുക്കാൻ പറ്റും? സാധാരണക്കാര് AI ബേസിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരുപാട് തരത്തിൽ നമുക്ക് പ്രൊമോഷൻസ്, വർക്ക്ഷോപ്പ് ആയിട്ടും മീഡിയാസ് ആയിട്ടും ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ ഇടയായിട്ടുണ്ട് ഇല്ലേ? നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പരസ്യങ്ങൾ വരും, നിങ്ങളെ ബിസിനസ് നമ്മുടെ AI വെച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇതിന്റെ എക്സാക്ട് വേ എന്താന്ന് വെച്ചാൽ, നമുക്ക് ചാറ്റ് ജിപിടി എന്നുള്ള കോൺസെപ്റ്റ് നമ്മുടെ അടുത്തേക്ക് വന്നത് നമ്മൾ ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടാണോ? ആ പ്രോഡക്റ്റ് ലോഞ്ചായി ജനങ്ങളത് ഏറ്റെടുത്ത് ഏതൊരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിലും ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ചാറ്റ് ജിപിടിനോട് സഹായം തേടുന്നു. ഓരോ ഡൗട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജെമിനി അതേ രൂപത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ലിങ്ക്ഡ്ഇൻ, പിൻട്രസ്റ്റ്, യൂട്യൂബ് ചാനൽ, ഇത്ര അധികം സോഷ്യൽ മീഡിയാസ് ഉണ്ട്. ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ എന്തുണ്ട്? AI ചാറ്റ് ബോട്ട് ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു മാറ്ററിൽ തന്നെയാണ് നമ്മളുടെ അടുത്തേക്ക് ഓൾറെഡി AI എത്തും. ഓക്കെ, AI ബേസിൽ ഒരിക്കലും ബിസിനസ് ഡെവലപ്പ് ആവില്ല, അത് സ്കാം ആണ്. ഓക്കെ, ഈ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുക, ആ വർക്ക്ഷോപ്പിന്റെ എമൗണ്ട് അവർക്ക് കിട്ടുക എന്നുള്ള രജിസ്ട്രേഷൻ വരിക, അവരുടെ അടുത്ത് എന്തെങ്കിലും ബിസിനസ് ഉണ്ടാവും, ആ ബിസിനസ് ക്ലോസ് ആക്കാനും ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ ഇത് ബേസിലാണ് ഓൾറെഡി നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള AI ബേസിലുള്ള വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് അവരെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനാണ്, അല്ലാതെ നമ്മളെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനല്ല. എന്നിട്ട് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് കച്ചവടക്കാര് ഈ ഇത്തരത്തിലുള്ള മീഡിയാസ് പ്രൊമോട്ട് ചെയ്യുന്ന ഈ വർക്ക്ഷോപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോയി അറ്റൻഡ് ചെയ്യും. ഓക്കെ, നമ്മൾ കാണുന്നതാണ് അത്. ഓക്കെ, ഇങ്ങനെ അറ്റൻഡ് ചെയ്തതുകൊണ്ട് ആ സാധാരണക്കാർക്ക് ഓൾറെഡി അവര് ഇന്നേ വരെ ആ AI ചാറ്റ് ബോട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, വാട്സപ്പിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, AI ചാറ്റ് ബോട്ട് ഉണ്ട്. ഇന്നേ വരെ അവരത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അവര് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ആ വ്യൂ ഓഫ് മൈൻഡിൽ. കാരണം അവർ ഓൾറെഡി ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം, ഒരു ഓഫ്ലൈൻ ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോ അവരെ കോൺസെപ്റ്റില് അത് വലിയൊരു ലോകമാണ്. മനസ്സിലായോ? അപ്പോ നമ്മളിപ്പോ 19 കിഡ്സ് ആണെന്നുണ്ടെങ്കിലും, പക്ഷെ കുറച്ചൊക്കെ ഒരു ടെക്നിക്കൽ നോളജ് ഉള്ള, ഇപ്പോ അബ്ദുള്ള കെ മാക്, നിങ്ങൾ കാലത്തിനനുസരിച്ച് ഓടുന്ന ഒരു ബിസിനസ് ഓണ്ടർപ്രണർ ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താ സംഭവം എന്നുള്ളത്.
ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊന്നും ഒരു തരത്തിലും ആളുകൾ വഞ്ചിക്കപ്പെടരുത്. AI കൊണ്ടൊന്നും നിങ്ങളെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്യണം. അത് നിങ്ങളെ മുന്നിൽ തന്നെ കിടക്കുന്നുണ്ട് പലതരത്തിലും, അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ മതി. ബട്ട് AI കൊണ്ട് നമുക്ക് സിംപ്ലിഫൈസ് ആയിക്കോളും. ബിസിനസ് ആയാലും നമ്മൾ വർക്ക്ഷോപ്പ് ആയാലും വർക്കായാലും, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ട്രേഡിംഗ് മാർക്കറ്റ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് ഇതിലൂടെ AI ഉപയോഗിച്ചിട്ട് ഒരു 80% 70% സിംപ്ലിഫൈസ് ചെയ്തിട്ട് ഇത് ഒന്ന് പ്രൊഡിക്ഷൻ ചെയ്ത് വരാൻ പറ്റും. ഇത് വിൽ ബി മൈ ചാൻസ്, ഗെറ്റ് എ ചാൻസ്, മോർ ബെനിഫിറ്റ് ആൻഡ് സ്റ്റോക്ക് കം അപ്പ് എന്ന് പറയാൻ പറ്റും. പക്ഷെ ഏകദേശം നോക്കുമ്പോൾ ആവറേജ്, പക്ഷെ അവർ ഗ്യാരണ്ടി പോലും തരുന്നില്ല. അപ്പം ഇങ്ങനെ കുറച്ച് ഹെൽപ്പ് എന്നല്ല ഇങ്ങാണ്ട് അതും 100% ഗ്യാരണ്ടി. ഞാൻ പഠിച്ചിടത്തോളം അത് 100% ഗ്യാരണ്ടി ആയിട്ട് തോന്നുന്നത് ഗ്യാരണ്ടി അല്ലേനും. ഇതിലും എനിക്ക് 50% 60% എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ആൻഡ് ബോം GPT ആൻഡ് ഫ്രോഡ് GPT ആൻഡ് Agent Zeros ഇതൊക്കെയാണ് തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന കിറ്റുകൾ. നിങ്ങൾ പറഞ്ഞ ആ ഒരു മാറ്റർ ഏകദേശം എനിക്ക് മനസ്സിലായി. നമ്മള് AI ടൂൾ എന്ന് പറഞ്ഞാല് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആണ് AI എന്ന് പറഞ്ഞാല്. ഓക്കെ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ മെഷീനെ ലേൺ ചെയ്യുന്നത് ആ ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിൾ ഉണ്ട്. ഗൂഗിളില് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നു. ഗൂഗിളിന്റെ ക്ലൗഡിൽ ഓൾറെഡി ഒരുപാട് ഇൻഫർമേഷൻ. ഇപ്പൊ ഒരു നമ്മൾ എപ്പോഴും ഈ പണത്തിന്റെ പേരിലുള്ള സ്കാം ആണ് നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു കാര്യം, ജെമിനിയിൽ നമ്മളെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സ്റ്റാച്യു കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നു. ഓക്കെ, അത് പ്രൊട്ടക്റ്റഡ് അല്ല എന്നുള്ള തോട്ട്സ് ഒക്കെ കയറി വരാറുണ്ട്. അതെങ്ങനെ ബിസിനസ്? അപ്പോൾ നമ്മളോട് മറ്റുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസ് നമ്മൾ എന്തെങ്കിലും ആപ്പിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രൊട്ടക്റ്റഡ് ആണോ എന്നുള്ള രീതിയിൽ നമ്മളോട് പല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാറുള്ളത്. ഓക്കെ, പക്ഷെ ഈ ചാറ്റ് GPT അതുപോലെ ജെമിനി ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ നമ്മൾ AI, ഇപ്പോ വാട്സപ്പിലുള്ള AI, ഇൻസ്റ്റാഗ്രാമിലുള്ള AI, ഇതിനൊക്കെ നമ്മൾ കോമൺ ആയിട്ട് നല്ല രീതിയിൽ ലേൺ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ലേൺ ചെയ്ത് കൊടുക്കുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഒരു ഹ്യൂമൻ ബീങ് പ്രവർത്തിക്കുന്നത് പോലെ നമുക്ക് ആ ഔട്ട്പുട്ട് കിട്ടുന്നത്. അത് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ പ്രോബബിലിറ്റി പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. സ്റ്റാറ്റിക്സ്, ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളില്ല. ഓക്കെ, ഈ ഇല്ലാത്ത ആളെ നമ്മൾ പ്രൂവ് ചെയ്യുന്നതാണ് മാത്സിൽ. നമ്മൾ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്നൊക്കെ പറയും. അപ്പൊ എ പ്രൂവ് ചെയ്യാണ്. ഓക്കെ, എ ഇല്ലല്ലോ സംഭവം, അങ്ങനെയുള്ള കോൺസെപ്റ്റ്. അപ്പൊ ഇല്ലാത്ത ആളുകളെ നമ്മൾ എന്ത് ചെയ്യാണ്, ഗസ് ചെയ്തിട്ട് ഇവിടെ ഉണ്ട്. ലോട്ടറി ഒക്കെ അങ്ങനെയാണ്. ഇപ്പൊ നമ്മളൊരു എൻട്രൻസ് എക്സാമിന് പോയി. ഈ എൻട്രൻസ് എക്സാമിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശരിയുത്തരങ്ങൾ വന്നിട്ടുള്ളത് ABC മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ സിയിലാണ് ഈ കാര്യം ഏറ്റവും കൂടുതൽ ശരി ഉത്തരം ഉള്ളത്. അപ്പോ അപ്രോക്സിമേറ്റ് ഒരു കുട്ടി പോയി ആ എൻട്രൻസ് എക്സാം എഴുതുകയാണ്. അപ്പൊ അതിന് കംപ്ലീറ്റ് അവന് സി ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോബബിലിറ്റി ആണത്. അപ്പോ ആ സിയില് കൂടുതൽ ഉത്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ മൈനസ് മാർക്ക് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവന്റെ പോയി. പക്ഷെ നെഗറ്റീവ് അല്ലാന്നുണ്ടെങ്കിൽ അവൻ ജയിച്ചല്ലോ. പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നമുക്ക് ഇനി ഫ്യൂച്ചറിലുള്ള ഇവിടെ കാലം ചാറ്റ് GPT ഉപയോഗിക്കുകയും അത് എങ്ങനെ ഉപയോഗിക്കാം, അതിനോട് എങ്ങനെ സംസാരിക്കാം, അതെങ്ങനെ യൂസബിൾ ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. തീർച്ചയായും അതിലും ഇപ്പോ ചൈനീസ് ഒരു ഡീപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊരു ഇതുപോലെ ചാറ്റ് GPT പോലെ ഒരു ആപ്പ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പ്രോഡക്റ്റും ചാറ്റ് GPT തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ചാറ്റ് GPTയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 1-2 വട്ടം റിസർച്ച് ചെയ്യാൻ പറ്റും, കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ അത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്താലേ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. പക്ഷെ ചൈനീസ് എന്താ ജസ്റ്റ് അത് ലോഗിൻ ചെയ്ത് എല്ലാവർക്കും യൂസർ ഫ്രണ്ട്ലി, കംപ്ലീറ്റ് ആയിട്ട് പെയ്ഡ് അല്ല. ചാറ്റ് GPT ഓൾറെഡി പെയ്ഡ് ആണ്, മറ്റേത് പെയ്ഡ് അല്ല, എത്ര ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതില് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അതൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, പക്ഷെ പ്രൊഫഷണൽസ് അത് നിർത്തി. പ്രൊഫഷണൽസ് ഇപ്പൊ ചാറ്റ് GPT ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ ഉത്തരം, കാരണം 100% കറക്റ്റ് അല്ല ചാറ്റ് GPT തരുന്ന ഉത്തരങ്ങൾ. കാരണം മനുഷ്യന്മാര് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന്റെ പ്രൊഡക്റ്റ് ആൻഡ് കണ്ടന്റ് ക്രിയേഷൻ, ചാറ്റ് GPT, ജെമിനി ആൻഡ് ക്ലൗഡ്, നേഷൻ, AI ആൻഡ് ക്ലിക്കപ്പ്, AI Asana, AI Jasper ആൻഡ് റൈറ്റ്, ഗ്രാമർലി, വാട്ടർ
ആൻഡ് ഫയർഫെൽസ് ആൻഡ് സൂം കമ്പോണൻസ് ഇത് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്താൻ പറ്റുന്നോ അല്ലെങ്കിൽ പറ്റൂലെന്നോ തട്ടിപ്പ് നടത്താൻ പക്ഷെ ബിസിനസ് ഡെവലപ്മെന്റ് ഒരിക്കലും സാധ്യമല്ല. അബ്ദുള്ള കെ മാക്, അപ്പോ നമ്മൾ ഈ കാര്യങ്ങള് നിങ്ങളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങള് ഗ്രാമർലി ഇതുപോലുള്ള ഒരുപാട് അതൊക്കെ ഓൾറെഡി ഓരോ ടൂൾസ് ആണ്. ഓക്കെ, ഇപ്പോ ഒരു കമ്പനി, ഇപ്പൊ ഒരു ഐ ടി കമ്പനി എടുക്കുകയാണെങ്കിൽ അവിടെ ഗ്രാഫിക് ഡിസൈനർ ഉണ്ടാവും. ഗ്രാഫിക് ഡിസൈനർ ആ ഒരു പ്രൊഫഷൻ ആണോ, അത് അവർക്ക് വേണ്ട ക്രിയേറ്റീവ്സ്, അവർക്ക് വേണ്ട കാര്യങ്ങൾ ChatGPT ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് എടുക്കാന്നുള്ളതാണ്. പിന്നെ ഈ ഗ്രാമർലി ബേസിൽ പറയുകയാണെങ്കിൽ അതിൽ അവർക്ക് കണ്ടന്റ് റൈറ്റിംഗ്, ഒരു കണ്ടന്റ് റൈറ്ററെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൂഫ് നോക്കാനൊക്കെ ഗ്രാമർലി ഉപയോഗിക്കുക. അപ്പൊ അതിൽ AI ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. പക്ഷെ ഡീപ്പ് നോളജിൽ പോകുമ്പോൾ ഒരു പ്രോഗ്രാമറെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഗ്രാമർ വലിയൊരു കോഡ് ഉണ്ടാക്കി വെച്ചു. ഓക്കെ, ഈ കോഡ് ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ChatGPT-നോട് ചോദിക്കുകയാണ്. എക്സാമ്പിൾ പറയാം, ഇപ്പോ നമ്മളൊക്കെ ഒരുപാട് പ്രോഡക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോ ERP ആയിട്ടും പ്രോജക്ട് മാനേജ്മെന്റ് ആയിട്ടും ഡോക്ക് എക്സ്പ്രസ് ആയിട്ടും ഇതുപോലുള്ള വലിയ വലിയ ടൂൾസ്, ഈ ടൂൾസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ, ഒരു ഹ്യൂമൻ ബീങ് ഉണ്ടാക്കിയ ഒരു വലിയൊരു പ്രോജക്റ്റ് നമ്മൾ ChatGPT-നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കോഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും. പക്ഷെ ആ കോഡ് കിട്ടിയത് കൊണ്ട് അത് ഓൾറെഡി ഗൂഗിളിലുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ടൂൾസ്. ഓക്കെ, പക്ഷെ ആ ഒരു കോഡ് കിട്ടിയത് കൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു പ്രോജക്റ്റ് റൺ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിനെന്ത് വേണം, ഹ്യൂമൻ ബീൻ തന്നെ വേണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ തെറ്റായ വിവരമാണ് റോബോട്ടിന് കൊടുക്കുന്നുണ്ടെങ്കിൽ തെറ്റായ വിവരങ്ങളല്ല, നോളജ് ഉള്ള ആളുകൾ മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ അതിനൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് മിസ്റ്റേക്ക് കൊടുക്കുള്ളൂ. കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. നമ്മൾ റിസർച്ച് ചെയ്യാൻ മാത്രം അത് ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾക്കാണ് ബുദ്ധി ഉള്ളത്, മനുഷ്യന്മാർക്കാണ് ബുദ്ധി ഉള്ളത്. മനുഷ്യന്മാർ അത് എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ അത് കറക്റ്റ് ചെയ്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ അതിന് റിസർച്ചിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. ഇപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള സ്കാമുകളിൽ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇപ്പൊ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ എന്താണ്, പൈസ കൊടുത്തിട്ട്, വർക്ക്ഷോപ്പിന് പൈസ കൊടുത്തിട്ട് ഇതേപോലുള്ള പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ഇതുപോലെ ഒരു വൺ ഡേ വർക്ക്ഷോപ്പിന് ഏകദേശം ഒരു 4,000 5,000 റുപ്പീസ് ഒക്കെ കൊടുത്ത് പ്ലസ് 18% GST എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 4,000 ആണെന്നുണ്ടെങ്കിൽ 4,720 റുപ്പീസ് ഒക്കെ വരും. ഇത്രയൊക്കെ എമൗണ്ട് ഒക്കെ കൊടുത്ത് ഒരു വലിയൊരു വർക്ക്ഷോപ്പ് ഒക്കെ നടത്തി ആ വർക്ക്ഷോപ്പിൽ ഇതിനെ പറ്റി വലിയ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. സ്വാഭാവികമായിട്ട് നിങ്ങളൊരു ബിസിനസ്, ഒരു ഓൺട്രപ്രണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. നന്നായിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ടാവും. അതിന് നിങ്ങൾക്ക് ഒരു തണലാണ് ഈ AI എന്നുള്ളതാണ്. അത് ഓൾറെഡി നമ്മൾ ഉപയോഗിക്കുന്ന വലിയ വലിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഓൾറെഡി AI ഇംപ്ലിമെന്റഡ് ആണ്. പിന്നെ ഈ പറയുന്ന റോബോട്ട് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഓക്കെ എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇപ്പോൾ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം, അത് ഉപയോഗിക്കാം, എക്സ്പ്ലോർ ചെയ്യുക. അതും ഒരു തരത്തിലൊരു റിസർച്ച് ആണ്. അത് നമ്മുടെ ഭാവിയിൽ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇൻഫോർമേറ്റീവ്